ഏതായാലും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ബസ് സ്റ്റാൻഡ് വലിയൊരു വിഷയമായി നിലനിൽക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. സാധാരണ ബസ് സ്റ്റാൻഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഗവൺമെന്റ് നേരിട്ട് അതിന് സാമ്പത്തിക സഹായം നൽകാറില്ല. അപ്പോൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയാൽ സമീപകാലത്തൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ മാർഗം എന്ന നിലയിലൊരു ആലോചന നടത്തിയപ്പോൾ കേന്ദ്ര ഫണ്ട് അതിനുവേണ്ടി അനുവദിക്കാം എന്ന ഒരു ഉപദേശം ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ ഞാൻ പയ്യന്നൂരിൻ്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ എഴുതി നൽകിയതിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന നിലയിലാണ് അത് എഴുതി കൊടുത്തത്. ആ നിലയിൽ അത് ബഡ്ജറ്റിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുക സംബന്ധിച്ചൊരു സംശയമുണ്ട്. അത് ഓൺലൈനിൽ 8 കോടി എന്നുള്ള നിലയിലാണ്. പ്രിന്റഡ് ബുക്കിൽ 5 കോടി എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. അത് അടുത്ത തിരുവനന്തപുരം തിങ്കളാഴ്ച ബജറ്റ് സമ്മേളനമുണ്ട്. പോയാൽ അത് നമുക്ക് സംശയം ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് 5 കോടിയാണോ 8 കോടിയാണോ എന്നുള്ളത് ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒന്നും നേരത്തെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതി കൊടുത്തപ്പോൾ ഇത്ര സംഖ്യ എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എത്ര കോടിയെന്ന് പറയാൻ സാധിക്കാത്തത്. അപ്പോൾ 5 കോടിയാണോ 8 കോടിയാണോ എന്നത് സംബന്ധിച്ച് സംശയമുണ്ട്. ഏതായാലും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കാൻ ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഒരു ശാപമോക്ഷത്തിന് ഇടവരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 27 ബഡ്ജറ്റ് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവതരിപ്പിച്ച് പാസാക്കിയിട്ടുള്ള ഒന്നാണ്. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു, ഗവൺമെൻറ് മാറിയപ്പോൾ പുതുക്കിയ ബഡ്ജറ്റ് പൂർണ്ണ ബഡ്ജറ്റല്ല, അതിൽ ചില്ലറ ഭേദഗതികൾ വരുത്തി അവതരിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. ആ നിലയിലൊരു പുതുക്കിയ ബഡ്ജറ്റ് ആണ് ഇന്നലെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നേരത്തെ അംഗീകരിച്ച ബഡ്ജറ്റിൽ കാര്യമായ മാറ്റം വരുത്താതെ പുതിയ ചില കൂട്ടിച്ചേർക്കലുകളെല്ലാം വരുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള പരിഗണന അതിൽ ലഭിച്ചിട്ടുണ്ട്. 22 പദ്ധതികൾ പയ്യന്നൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 7 പദ്ധതി അടങ്കലിൻ്റെ 20% ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ നടപടികൾ ആരംഭിക്കാമെന്നതാണ് പൊതുവായ കീഴ്വഴക്കം. അതനുസരിച്ച് 7 പദ്ധതികൾ 20% തുക ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ AS-ഉം TS-ഉം എല്ലാം വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള 15 പദ്ധതികൾ അതിൽ ടോക്കൺ എമൗണ്ട് മാത്രമാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. അതെല്ലാ ബഡ്ജറ്റിലും ആ നിലയിൽ തന്നെയാണ്. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ തുടർ നടപടികളുമായി ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം.
പിന്നീട് അതിൻ്റെ TS ഉം AS ഉം എല്ലാം വാങ്ങേണ്ടതുണ്ട്. അതിന് ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ളതാണ് 15 ഇനങ്ങൾ ഉള്ളത്.